Hi, this is Rishin. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്റ്റേഴ്സ് ഇൻ ഡിറൈവ്ഡ് ക്ലാസ്സസ്. ഓക്കെ, സോ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ കൺസ്ട്രക്റ്റേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, സോ വെൻ വി ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ്, ദ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വിൽ ബി ഇൻവോക്ഡ് ഓട്ടോമാറ്റിക്കലി. നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ചെയ്ത് ആ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ അല്ലെങ്കിൽ ഇൻസ്റ്റൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യപ്പെടും. ഓക്കെ, ഇനി ഈ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പം ആ ഒബ്ജക്റ്റിന്റെ certain പാരാമീറ്റേഴ്സ് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യേണ്ടി വരും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു പാരാമീറ്റേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്യാനാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യപ്പെടുന്നത്. രണ്ട് രീതിയിലാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടേഴ്സ് ഇൻവോക്ക് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ ഒരു പാരാമീറ്റേഴ്സും നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി ഒരു പാരാമീറ്റേഴ്സും ഇൻവോക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ വി ക്യാൻ റൈറ്റ് എക്സ്പ്ലിസിറ്റ് കോഡ് ഫോർ അവർ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. സോ പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ നമുക്ക് നമ്മളുടെ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യാം. ആ കൺസ്ട്രക്ടർ ആയിരിക്കും പിന്നെ നമ്മൾ നമ്മളുടെ ഒബ്ജക്റ്റിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇൻവോക്ക് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വിൽ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് വെൻ വി ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ്, റൈറ്റ്? ഇനി സപ്പോസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വെൻ വി ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ്, ദ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഓഫ് ദാറ്റ് ക്ലാസ് ഈസ് ഇൻവോക്ഡ് ഓട്ടോമാറ്റിക്കലി ടു ഇനീഷ്യലൈസ് ദ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് ക്ലാസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്ലിയർ. ഇനി നമ്മൾ സെക്കൻഡ് പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇഫ് വി ഇൻഹെറിറ്റ് എ ക്ലാസ് ഫ്രം അനദർ ക്ലാസ് ആൻഡ് ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ദി ഡിറൈവ്ഡ് ക്ലാസ്, the default constructor of all the base classes will be invoked in the inheritance order before invoking the default constructor of the derived class. Okay, എന്താണ് പറഞ്ഞത്? അതായത് നമ്മൾ ഒരു ബേസ് ക്ലാസ് ഉണ്ട്, അതിൽ നിന്ന് നമ്മളൊരു ഡിറൈവ്ഡ് ക്ലാസ് ഡിഫൈൻ ചെയ്തു. സോ ഈ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ എന്താ സംഭവിക്കുന്നത്? ആ ഡിറൈവ്ഡ് ക്ലാസിന്റെ ബേസ് ക്ലാസ്സസ് ഏതൊക്കെ ക്ലാസ്സിൽ നിന്നാണോ ആ ഡിറൈവ്ഡ് ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത്, ആ ബേസ് ക്ലാസിന്റെ ഒക്കെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്തതിന് ശേഷം ആണ് നമ്മളുടെ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ നമ്മളുടെ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ബേസ് ക്ലാസ്സസ് ഉണ്ടോ ആ ബേസ് ക്ലാസ്സസിന്റെ ഒക്കെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇൻഹെറിറ്റൻസ് ഓർഡറിൽ. ഇപ്പൊ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള ഡിഫോൾട്ട് കൺസ്ട്രക്ടർ, ടോപ്പ് മോസ്റ്റ് സൂപ്പർ ബേസ് ക്ലാസിന്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആദ്യം ഇൻവോക്ക് ചെയ്യും, ദെൻ ഇന്റർമീഡിയറ്റ് ബേസ് ക്ലാസ്, ദെൻ ഡിറൈവ്ഡ് ക്ലാസ്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ നൗ തേർഡ് പോയിന്റ്, വൈ ദ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഓഫ് ബേസ് ക്ലാസ് ഈസ് കോൾഡ് ഓൺ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ഡിറൈവ്ഡ് ക്ലാസ്. ഓക്കെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് എന്തുകൊണ്ടാണ് നമ്മളുടെ ബേസ് ക്ലാസിന്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നത് വെൻ വി ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ഡിറൈവ്ഡ് ക്ലാസ്? സോ നമ്മളുടെ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. സം പ്രോപ്പർട്ടീസ് ആർ ഇൻഹെറിറ്റഡ് ഫ്രം ദ ബേസ് ക്ലാസ്. ഓക്കെ, സോ ബേസ് ക്ലാസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള സം പ്രോപ്പർട്ടീസ് നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ പ്രോപ്പർട്ടീസിന് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യേണ്ടി വരും. സോ അങ്ങനത്തെ കേസിൽ ബേസ് ക്ലാസ്സിലുള്ള പ്രോപ്പർട്ടീസിനെ അല്ലെങ്കിൽ ഡാറ്റ മെമ്പേഴ്സിനെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നതിന്റെ മുമ്പ് ഇനീഷ്യലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നതിന് മുമ്പ് ആ ഡിറൈവ്ഡ് ക്ലാസ് ഏതൊക്കെ ബേസ് ക്ലാസ്സിൽ നിന്നും ആണോ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഇൻഹെറിറ്റൻസിന്റെ ഓർഡർ അനുസരിച്ച് ടോപ്പ് മോസ്റ്റ് ബേസ് ക്ലാസിന്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടേഴ്സ് ഇൻവോക്ക് ചെയ്യപ്പെടും. ഇത് നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ,
So let's see this example. So ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ we have three classes. We have a class A. This is our super class, right? Super base class. Okay, we can write this as the base class. Base class. So base class A, and this is the intermediate base class, right? Base class, and this is our derived class. Okay, so this is our base class, and this is intermediate base class, and this is our derived class. ഇപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ് എയിൽ നിന്നും നമ്മൾ പബ്ലിക്കലി നമ്മൾ ക്ലാസ് ബി ഡിറൈവ് ചെയ്തു. സോ പബ്ലിക് എ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ എയിലുള്ള സം പ്രോപ്പർട്ടീസ് ഓർ സം മെമ്പേഴ്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻസൈഡ് ബി, റൈറ്റ്? ആൻഡ് അഗെയിൻ വി ആർ പബ്ലിക്കലി ഇൻഹെറിറ്റിംഗ് ദ ബി ഫോർ ഡിഫൈനിങ് ക്ലാസ് സി. ക്ലാസ് സിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബിയിൽ നിന്നാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ മൾട്ടിപ്പിൾ ലെവൽ ഇൻഹെറിറ്റൻസ്. ഇവിടെ ഈ കേസിൽ സി എന്ന് പറയുന്ന ക്ലാസ് സം ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ വിൽ ബി യൂസിങ്. എയിലുള്ള സം പ്രോപ്പർട്ടീസ് വിൽ ബി യൂസിങ്, അല്ലെ? സിയിൽ നമ്മൾ എയിലുള്ള സം പ്രോപ്പർട്ടീസ് വിൽ ബി യൂസിങ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് ചെയ്യുന്നത്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ സം പ്രോപ്പർട്ടീസ് ഓഫ് ദ ബേസ് ക്ലാസ് വിൽ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദി ഡിറൈവ്ഡ് ക്ലാസ്, റൈറ്റ്? സോ നമ്മൾ ഈ സിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എയുടെ പ്രോപ്പർട്ടീസ് യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? എയുടെ പ്രോപ്പർട്ടീസിനെ ഇനീഷ്യലൈസ് ചെയ്തിരിക്കണം, റൈറ്റ്? അതുകൊണ്ടാണ് നമ്മൾ സിയുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നതിന്റെ മുമ്പ് ആ സി എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഏതൊക്കെ ക്ലാസ്സിൽ നിന്നാണോ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത് ആ ക്ലാസിന്റെ ഒക്കെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തതിന് ശേഷം മാത്രമേ സിയുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുള്ളൂ. സോ ഇവിടെ നമ്മൾ സിയുടെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. സപ്പോസ് വി ആർ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഓഫ് സി ലൈക്ക് ദിസ്, സി ക്ലാസ് നെയിം സി ആൻഡ് ഒബ്ജക്ട് നെയിം സ്മോൾ സി, റൈറ്റ്? ഈ ഒരു കേസിൽ എന്താ സംഭവിക്കുക? The compiler will automatically invoke the constructor of A. അത് എന്തുകൊണ്ടാണ്? സിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബേസ് ക്ലാസ് എന്ന് പറയുന്ന സൂപ്പർ ബേസ് ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് എ ആണ്. സോ കമ്പൈലർ വിൽ ഫസ്റ്റ് ഇൻവോക്ക് ദി ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഓഫ് ക്ലാസ് എ, and then it will invoke the default constructor of class B, and finally it will invoke the default constructor of the class C. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ക്ലാസ് ഏതാണോ ആ ക്ലാസിന്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യും. Now what is the order of destructor? ഇനി ഡിസ്ട്രക്ടർ കൺസ്ട്രക്ടറിന്റെ ഓർഡർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡിസ്ട്രക്ടർ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓർഡർ ഓഫ് കൺസ്ട്രക്ടർ കോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡിസ്ട്രക്ടറിനെ കോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ദിസ് ഡിസ്ട്രക്ടർ വിൽ ബി കോൾഡ്. Destructor of class C will be called, then the destructor of class B will be called, then only the destructor of class A will be called. So നേരെ ഓപ്പോസിറ്റിലാണ് ഡിസ്ട്രക്ടേഴ്സിന്റെ കോൾ നടക്കുന്നത്. ഓക്കെ, കൺസ്ട്രക്ടേഴ്സിന്റെ കോൾ നടക്കുന്നത് ഏതാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മൾ ഡിസ്ട്രക്ടേഴ്സിന്റെ കോൾ നടക്കുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. നമ്മളുടെ ഡിഫോൾട്ട് ഡിറൈവ്ഡ് ക്ലാസിന്റെ കൺസ്ട്രക്ടർ ആണ് ഏറ്റവും അവസാനം കോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡിറൈവ്ഡ് ക്ലാസിന്റെ കൺസ്ട്രക്ടർ ആണ് ഏറ്റവും അവസാനം കോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്ട്രക്ടർ കോൾ ചെയ്യുന്ന ടൈമിൽ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഡിസ്ട്രക്ടർ ആയിരിക്കും ഏറ്റവും ആദ്യം കോൾ ചെയ്യുക. അതിനുശേഷം തൊട്ട് മുകളിലുള്ള ഇന്റർമീഡിയറ്റ് ബേസ് ക്ലാസ് ഏതാണോ ആ ക്ലാസിന്റെ ഡിസ്ട്രക്ടറിനെ കോൾ ചെയ്യും. ഓക്കെ, ദിസ് വൺ. അതിനുശേഷം മാത്രമാണ് ടോപ്പ് മോസ്റ്റ് ബേസ് ക്ലാസിന്റെ ഡിസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നൗ അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ വി കോൾ ദി പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഓഫ് ബേസ് ക്ലാസ് ഇൻ ഡിറൈവ്ഡ് ക്ലാസ് കൺസ്ട്രക്ടർ? റൈറ്റ്, നമുക്ക് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മളുടെ പാരാമീറ്റേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമ്മളുടെ ഈ ഒരു സി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിൽ നമ്മളുടെ ഈ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു കേസിൽ ഈ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചിലപ്പം എയിലുള്ള ഒരു ഡാറ്റ മെമ്പറിനെ യൂസ് ചെയ്യേണ്ടി വരാം. സോ ഇങ്ങനെ നമ്മൾ സിയുടെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എയുടെ ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇനീഷ്യലൈസ് ചെയ്യേണ്ടി വരും. എയുടെ ഡാറ്റ മെമ്പറിനെ ഇനീഷ്യലൈസ് ചെയ്യേണ്ടി വരും.
സോ സീനെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സി എന്ന ഒബ്ജക്റ്റിനെ നമ്മൾ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോൾ സിയുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും, റൈറ്റ്? സോ ആ ടൈമിൽ നമുക്ക് എയുടെ ഒരു ഡാറ്റ മെമ്പറിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എയുടെ കൺസ്ട്രക്ടറിനെ അല്ലെങ്കിൽ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ, നമ്മളിവിടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ കേസ് മാത്രമേ പറഞ്ഞോളൂ. സോ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് കോൾ ചെയ്യേണ്ടി വരും. അത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈ ദ ബേസ് ക്ലാസിന്റെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ്സിൽ എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐഡിയിൽ നമുക്ക് നമ്മളതിന്റെ എക്സാമ്പിൾ ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് മനസ്സിലാവും. സോ how to call the parameterized constructor of a base class? In the derived class constructor, we have to explicitly specify the base class parameterized constructor, okay, in the derived class. So നമുക്ക് നേരെ ഐഡിയിലേക്ക് പോവാം. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവും. Okay, so this is our IDE. Now let's do some programming. Okay. Okay, so ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് we are going to create a class A. Now this class A is our super class. Okay, in this class A നമുക്കൊരു public space ഉണ്ട്. So I'm not defining anything under this public space right now. And now we have a class, okay, class B, which is inheriting publicly from class A. Okay. Now here also we have a public space. Okay, ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു കൺസ്ട്രക്ടറിനെ, ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. കമ്പൈലർ വിൽ ഓട്ടോമാറ്റിക്കലി കോൾ ദ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. പക്ഷെ നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു explicitly write the default constructor here. Okay, ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് class A default constructor called. Okay, called നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Okay, now I'm going to create a default constructor for class B also. Okay, now cout class B default constructor called. Okay, ഇനി നമ്മൾ ഇതിന്റെ ഒരു ഓർഡർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് initially we are instantiating an object of class B. Okay, so we are creating an instance of class B. For that we have to first write our class B name, class B, that is the class name. Now we have to write the object name, that is our small b. Okay, so ഈ ഒരു ലൈനിൽ നമ്മൾ ചെയ്തത് എന്താണ്? creating an object of B, right? ഇനി ഇതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം നമുക്ക്. Okay, we just compile this. So when we compile this, we have got no errors. നമുക്ക് എറർ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. So when we run this, we can see that, you can see that class A default constructor called, then only class B default constructor called, right? Class B യുടെ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ക്ലാസ് B യുടെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബിയുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നതിന്റെ മുമ്പ് ബി ഏത് ക്ലാസ്സിൽ നിന്നാണോ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത് ആ ക്ലാസിന്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെയാണ് ആദ്യം കോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നൗ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് വി ആർ ഡിഫൈനിങ് എ ഡിസ്ട്രക്ടർ. നമ്മളൊരു ഡിസ്ട്രക്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഡിസ്ട്രക്ടർ. സോ cout ക്ലാസ് ഡിസ്ട്രക്ടർ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്
നമ്മൾ പോയിന്റേഴ്സ് ഒക്കെ നമ്മൾ റൺ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ destructor called, okay, destructor called, class A destructor called allocate ചെയ്യുകയാണെങ്കിൽ ആ മെമ്മറിനെ നമ്മൾ ഡീഅലോക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ഡിസ്ട്രക്ടർ എക്സ്പ്ലിസിറ്റ്ലി കോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മെമ്മറി ഒന്നും അലോക്കേറ്റ് ചെയ്യുന്നില്ല. സോ വി ഡോണ്ട് ആക്ച്വലി നീഡ് ടു explicitly write this destructor, but for the understanding of the order of calling of destructor we're just explicitly writing it. Okay, ഇനി നമുക്ക് ഇതിന്റെ ഓർഡർ എങ്ങനെയാണെന്ന് നോക്കാം. So we have compiled it, now we have run it. Okay, അപ്പോൾ നിങ്ങൾക്ക് കാണാം ക്ലാസ് A ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആദ്യം കോൾ ചെയ്തു, then ക്ലാസ് B ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്തു. നമ്മൾ പ്രോഗ്രാം എൻഡ് ചെയ്തപ്പോൾ ക്ലാസ് B ഡിസ്ട്രക്ടർ ആണ് ആദ്യം കോൾ ചെയ്തിട്ടുള്ളത്. സോ യു ക്യാൻ സി ക്ലാസ് ബിയുടെ കൺസ്ട്രക്ടർ ആണ് ഏറ്റവും അവസാനം കോൾ ചെയ്തിട്ടുള്ളത്. സോ ആ ക്ലാസിന്റെ ഡിസ്ട്രക്ടർ ആണ് ആദ്യം കോൾ ചെയ്തിട്ടുള്ളത്. ദെൻ ഓൺലി അവർ ബേസ് ക്ലാസ്സസ് ഡിസ്ട്രക്ടർ കോൾഡ്. അതിനുശേഷം മാത്രമാണ് നമ്മൾ ബേസ് ക്ലാസിന്റെ ഡിസ്ട്രക്ടറിനെ കോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്ട്രക്ടേഴ്സിന്റെ ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഓർഡർ കാണാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. സോ വി ക്യാൻ റിമൂവ് ദിസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ആർ actually declaring a private variable y for class B. ക്ലാസ് ബിക്ക് നമ്മളൊരു പ്രൈവറ്റ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം y. ഇനി നമുക്ക് അത് ഇനീഷ്യലൈസ് ചെയ്യണം, റൈറ്റ്? സോ ഇനീഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ we should have a parameterized constructor. So B, our parameterized constructor is this, and we are catching the value passed as iy. Okay, now in this parameterized constructor I am assigning the value of iy to our private data member y. Okay, for understanding I am also using this print statement, cout statement. So this is the parameterized constructor. Okay, class B parameterized constructor. Okay, now object create ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. സോ വി ക്യാൻ കമ്പൈൽ ദിസ്. വി കമ്പൈൽ ദിസ് 0 error 0 warning. ഓക്കെ, നൗ വി റൺ ദിസ്. റൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾഡ്, ബീസ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾഡ്. അപ്പോൾ നമ്മളുടെ പാരാമീറ്ററിനെ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ തന്നെയാണ് കോൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് പാരാമീറ്ററിനെ ഇനീഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പാസ് സം വാല്യൂ. സപ്പോസ് വി ആർ പാസിംഗ്, this is integer value, right? So we are having an integer value here, so we can pass an integer value. So ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കമ്പൈൽ ഇറ്റ്, നോ എറേഴ്സ്. ഇപ്പോൾ നമ്മൾ കോൾ ചെയ്തിട്ടുള്ളത് എന്താണ്? എയുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെയാണ് ആദ്യം കോൾ ചെയ്തിട്ടുള്ളത്, ദെൻ അതിനുശേഷം ബിയുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തു. ഓക്കെ, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തു. സോ ഇവിടെ നമ്മൾ വൈയുടെ വാല്യൂ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, using a cout statement. cout our y is equal to just assign the value of private data member y and l. So we can see the value of y. Okay, just compile this and run this. So now you can see നമ്മൾ ആദ്യം എയുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തു. ദിസ് ഈസ് ഓട്ടോമാറ്റിക്കലി കോൾഡ്. നമ്മളിവിടെ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എയുടെ കൺസ്ട്രക്ടേഴ്സിനെ കോൾ ചെയ്യുന്നേ ഇല്ല, ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, സോ ദെൻ ക്ലാസ് ബിയുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കോൾ ചെയ്തു, അതായത് നമ്മുടെ വൈയുടെ വാല്യൂ അസൈൻ ചെയ്തു. ഇനി നമ്മൾ cout സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് വൈയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. നമ്മൾ അസൈൻ ചെയ്ത 3 ആയിരുന്നു നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തു. ഓക്കെ, 3 ആണ് നമ്മൾ പാസ് ചെയ്തിട്ടുള്ള ആ വാല്യൂ നമ്മളിവിടെ പ്രിന്റ് ചെയ്തു. ഇനി സപ്പോസ് വി ഹാവ് എ പ്രൈവറ്റ് ഡാറ്റ മെമ്പർ ഹിയർ ഓൾസോ എക്സ്. സപ്പോസ് ഇറ്റ് ഈസ് എക്സ്. എക്കും ഒരു പ്രൈവറ്റ് ഡാറ്റ മെമ്പർ ഉണ്ട്. ഈ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പാസ് ദ വാല്യൂ. വി ഹാവ് ടു യൂസ് ദി പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഓഫ് എ, റൈറ്റ്? സോ വി ഹാവ് ടു pass some value to the parameterized constructor. I am catching the value as ix. Okay, for understandability. Now here I am assigning the value of ix to our private data member x. Okay,
Now നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളത് പ്രിന്റ് ചെയ്യാം. Okay, just copy paste this and change some parameters. So class A parameterized constructor called our x value is equal to x. Okay, ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തു എന്നേ ഉള്ളൂ. അതിന് നമ്മളൊരു കൺസ്ട്രക്ടറും നമ്മൾ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്തു. ബട്ട് ഇവിടെ നമ്മൾ കൺസ്ട്രക്ടേഴ്സ് ഒന്നും എയുടെ കൺസ്ട്രക്ടറിനെ ഒന്നും നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി കോൾ ചെയ്യുന്നില്ല. സോ നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്യാം. സോ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. സോ റണ്ണ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല. നേരത്തെ നമ്മൾ നമുക്ക് എന്താണോ കിട്ടിയത് അത് തന്നെയാണ് ഇപ്പോഴും കിട്ടിയത്. കാരണം എന്താണ്, ക്ലാസ് എ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ, ഈ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണ് കോൾ ചെയ്തിട്ടുള്ളത്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കോൾ ചെയ്തിട്ടില്ല. ഓക്കെ, ക്ലാസ് ബി പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കോൾ. കാരണം എന്താണ്, നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ പാരാമീറ്റർ പാസ് ചെയ്തുകൊണ്ട് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കോൾഡ്. ദെൻ വൈ പ്രിന്റ് ചെയ്തു. നമ്മളിവിടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിൽ അത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വൈ പ്രിന്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ നമ്മളുടെ ക്ലാസ് എയുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തിട്ടില്ല, റൈറ്റ്? സോ ഇഫ് യു വാണ്ട് ടു ഇനീഷ്യലൈസ് ദ വാല്യൂ ഓഫ് എക്സ്, ഫോർ ദാറ്റ് we have to call the parameterized constructor, right? അതെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു എക്സ്പ്ലിസിറ്റ്ലി നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിൽ ബേസ് ക്ലാസിന്റെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യണം. സോ അതിന് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസിന്റെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിൽ we use a colon, okay, then we call the parameterized constructor. നമ്മൾ ഈ പാസ് ചെയ്തിട്ടുള്ള 3 തന്നെയാണ് നമ്മളുടെ ബേസ് ക്ലാസ്സിലേക്കും പാസ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ 3നെയാണ് നമ്മളിവിടെ IY എന്ന് പറഞ്ഞിട്ട് ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ദെൻ യൂസ് ദ കോളൻ ആൻഡ് റൈറ്റ് എക്സ്പ്ലിസിറ്റ്ലി ദ പാരാമീറ്ററൈസ്ഡ് constructor of base class. That is, our base class is A. Then use the parenthesis to pass the value. നമ്മൾ ഇവിടെ ക്യാച്ച് ചെയ്തിട്ടുള്ള വാല്യൂ IY ആണ്. സോ ആ IY-നെ തന്നെ നമ്മൾ ഈ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലേക്ക് കോൾ ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലിസിറ്റ്ലി എന്ത് ചെയ്യും, നമ്മളുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. ഇവിടെ IX എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാസ് ചെയ്തിട്ടുള്ള IY-നെ ഇവിടെ ക്യാച്ച് ചെയ്യും. ദെൻ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്തിട്ടുള്ള ഈ വാല്യൂ അത് ഇവിടെ ക്യാച്ച് ചെയ്യും. ദെൻ ആ വാല്യൂവിനെ നമ്മൾ ഇങ്ങോട്ട് അസൈൻ ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. സോ വി ഹാവ് കമ്പയർഡ് ഇറ്റ്, നോ എറേഴ്സ്, നോ വാർണിംഗ്സ്. ദെൻ റൺ ഇറ്റ്. നൗ യു ക്യാൻ സീ, റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ക്ലാസ് എ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കോൾഡ് x equal to 3, ക്ലാസ് ബി പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കോൾഡ് y equal to 3. അതായത് നമ്മൾ ഇവിടെ ബിയുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിൽ നിന്ന്, ബിയുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലാണ് നമ്മൾ എയുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കോൾ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡിറൈവ്ഡ് ക്ലാസിന്റെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് ബേസ് ക്ലാസിന്റെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യും എന്ന്. ഓക്കെ, സോ നമ്മൾ ബിയുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിലാണ് നമ്മുടെ ബേസ് ക്ലാസിന്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും എയുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം മാത്രം, അതായത് എയുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്ത് എക്സിന്റെ വാല്യൂ അസൈൻ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ഇവിടെ വൈയുടെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ വൈയുടെ ഡിഫോൾട്ട് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നൗ നമുക്കിതിൽ പറയാനുള്ളത്, ഇങ്ങനെ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ഒരു വാല്യൂ എക്സിന്റെ വാല്യൂ നമുക്ക് നമ്മളുടെ ഡിറൈവ്ഡ് ക്ലാസ്സിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് കൺസ്ട്രക്ടേഴ്സ് ഇൻ ഡിറൈവ്ഡ് ക്ലാസ് എന്ന ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഡിഫറെന്റ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളുടെ ഈ വേരിയബിൾസിനെ അസൈൻ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഡിറൈവ്ഡ് ക്ലാസ് തന്നെ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും, റീറൈറ്റ് ചെയ്യാൻ പറ്റും. സോ ഇൻറ്റ് IX, okay, colon, using a colon we can assign the value. Okay, now like this, x equal to IX, ഈ രീതിയിൽ നമുക്കത് അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ രീതിയിലും നമുക്കത് അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ,
just copy paste this. ഇത് നമുക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, കമന്റ് ദിസ്. ഇപ്പോഴും നമ്മളുടെ സെയിം വാല്യൂ, നമ്മൾ ഇത് ചേഞ്ച് ആയി എന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടെ പാസ് ചെയ്യുന്ന വാല്യൂ മാറ്റി കൊടുക്കണം 7. ഓക്കെ, നൗ കമ്പൈൽ ദിസ്. കമ്പൈൽ ദിസ് 0 അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കാൾഡ് x = 7. അപ്പോൾ നമ്മൾ പാസ് ചെയ്തിട്ടുള്ള പുതിയ വാല്യൂ ആണ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രീതിയിലും എന്ത് ചെയ്യാം, നമുക്ക് വാല്യൂസിനെ അസൈൻ ചെയ്യാൻ പറ്റും. അതായത് യൂസിങ് എ കോളൻ വി ക്യാൻ അസൈൻ വാല്യൂസ് ടു എക്സ്. സോ വി ക്യാൻ അസൈൻ വാല്യൂ ടു എക്സ് ആസ് ദി ix നമുക്ക് ഇവിടെ പാസ് ചെയ്ത് കിട്ടിയ വാല്യൂ ആണ്. സോ ixനെ നമുക്ക് ഈ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദീസ് ടു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടേഴ്സ് ആർ സെയിം. നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള സെയിം കൺസ്ട്രക്ടർ തന്നെയാണ് ഇത് നമ്മൾ ഇവിടെ ഇത് അൺകമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എറർ വരും, കാരണം ഇത് രണ്ടും സെയിം കൺസ്ട്രക്ടർ തന്നെയാണ്. ഓക്കെ, സോ കൺസ്ട്രക്ടർ ഓവർലോഡിങ് സെയിം പാരാമീറ്റേഴ്സ് ആണ്, ഇന്റ് വാല്യൂ ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് എറർ വരും. നമുക്ക് നോക്കാം. ഓക്കെ, സോ വി കനോട്ട് ഓവർലോഡ് എ ഇന്റ് കനോട്ട് ബി ഓവർലോഡഡ്. സോ രണ്ട് സെയിം സിഗ്നേച്ചർ ഉള്ള രണ്ട് കൺസ്ട്രക്ടേഴ്സ് വന്നതുകൊണ്ട് നമുക്കത് ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സോ എയ്തർ വി ഹാവ് ടു കീപ് ദിസ് ഓർ കീപ് ദിസ്. അപ്പോൾ നമ്മൾ അണ്ടർസ്റ്റാൻഡബിലിറ്റിക്ക് നമ്മൾ ഇത് കീപ്പ് ചെയ്യുന്നു. സോ ദിസ് കമന്റ് ചെയ്യാം. ഓക്കെ, ഇനി ബിയുടെ കേസിലാണെങ്കിൽ ഇവിടെയും നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ബിയുടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ദെൻ കോളൻ യൂസ് ചെയ്തിട്ട് എയുടെ കൺസ്ട്രക്ടറിനെ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ എഴുതാൻ പറ്റും, അതൊന്ന് നോക്കാം. സോ ബി int iy, okay, iy, then using a colon we can explicitly call the parameterized constructor of a. Okay, now നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ y-നെ ഇനീഷ്യലൈസ് ചെയ്യണം. സോ വി ക്യാൻ ഇനീഷ്യലൈസ് y ലൈക്ക് ദിസ്, y iy, ഈ രീതിയിൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈൻ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. സോ വി ക്യാൻ ജസ്റ്റ് കോപ്പി ദിസ് ലൈൻ and paste it here. ഓക്കെ, സോ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എറർ വരും, കാരണം സെയിം സിഗ്നേച്ചർ ഉള്ള രണ്ട് കൺസ്ട്രക്ടേഴ്സ് വരുന്നതുകൊണ്ട്. ഓക്കെ, ഇൻറ്റ് വൈ അക്സെപ്റ്റ് ചെയ്യുന്ന രണ്ട് കൺസ്ട്രക്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, അതുകൊണ്ട് അത് എറർ വരും. ജസ്റ്റ് കമ്പയർ ദിസ്, യു ക്യാൻ സീ ദാറ്റ് വി കനോട്ട് ഓവർലോഡ് ബി ഇൻറ്റ്. സോ എയ്തർ നമുക്ക് ഇത് കീപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇത് കീപ്പ് ചെയ്യാം. സോ ഇതൊന്ന് നമുക്ക് കമന്റ് ചെയ്ത് കളയാം. ഓക്കെ, സോ ജസ്റ്റ് കമന്റ് ദിസ്, നൗ റൺ ദിസ്. വി ക്യാൻ ചേഞ്ച് ദ വാല്യൂ ടു 9 ഫോർ അണ്ടർസ്റ്റാൻഡബിലിറ്റി. നമ്മുടെ വാല്യൂ ചേഞ്ച് ആയി എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് 9 ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ നോ എറേഴ്സ്, നോ വാർണിംഗ്സ്, ജസ്റ്റ് റൺ ദിസ്. Now you can see class A parameterized constructor called x = 9, class B parameterized constructor called y = 9. okay, so ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ്ഡ് ക്ലാസ്സിൽ നമുക്ക് കൺസ്ട്രക്ടേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ്സിൽ കൺസ്ട്രക്ടേഴ്സിനെ യൂസ് ചെയ്യുന്നത്. സോ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യും, അതായത് ബേസ് ക്ലാസിന്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യും. ബട്ട് if we want to invoke the parameterized constructor of our base class from derived class, we have to explicitly write it. okay, നമ്മളുടെ derived ക്ലാസ്സിൽ നിന്നും ബേസ് ക്ലാസിന്റെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ we have to explicitly write or we have to call the parameterized constructor from the derived class. ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.